ഹലോ ഗൈസ്, മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരാണുള്ളതല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പാലട റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കുറച്ച് പാൽ വെച്ച് തിളപ്പിക്കാൻ വെക്കാവേ. പാലൊന്ന് തിളച്ച് വരുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് റൈസ് പാലടയെ കുറച്ച് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാവേ. എത്ര ഗ്ലാസ് വെള്ളം വെക്കണമെന്ന് അറിഞ്ഞൂടാത്തതും തന്നെ ഞാൻ ഒരുപാട് വെള്ളം വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാവേ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തിളയ്ക്കാൻ വെച്ചിരുന്ന പാലിതാ തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വിസിൽ വരാതെ നമുക്ക് അടച്ച് വെച്ച് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പാലട കുക്ക് ചെയ്യാൻ വെച്ച കുക്കർ ഇതാ ഈ പരുവായിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത പാലടയാണ് ചേർക്കുന്നത്. പാലട നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു ഞാൻ വെച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പാലടയും പാലും കൂടെ നന്നായിട്ട് മിക്സായി നല്ലോണം ഉടഞ്ഞു വരണം. അതുവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം ആക്കിയെടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇനി കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് സെർവ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഒരു പാടുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പാലട പായസമാണ്. അപ്പോൾ ഇത് ആരും ട്രൈ ചെയ്യാതിരിക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാവേ.